ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു അഹമ്മദാബാദിൽ നടന്ന ഒരു പ്ലെയിൻ അപകടം. ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത 241 പേര് മരണപ്പെട്ടു. ടോട്ടൽ 242 പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. 12 ക്രൂ മെമ്പേഴ്സ് അടക്കം. അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആളുടെ പേരാണ് വിശ്വാസ് കുമാർ രമേശ്. ഇദ്ദേഹം രക്ഷപ്പെട്ടത് കേട്ടിട്ട് എല്ലാവർക്കും വളരെ അത്ഭുതമായി പോയി. കാരണം ഇദ്ദേഹത്തെ കുറിച്ച് ലോകം മൊത്തം ചർച്ച ചെയ്തു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വേറൊരു വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹം രക്ഷപ്പെട്ടു വരുന്നത് ഒരു കൂസലും ഇല്ലാതെ ഇടത് കൈയിൽ ഒരു ഫോണും പിടിച്ചു ഒരു വൈറ്റ് ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി. ആ കണ്ടു നോക്കുമ്പോൾ തന്നെ ഞാൻ സൂമായിട്ട് തന്നെ കാണിക്കാം. ഇദ്ദേഹം ആ ഒരു ഗേറ്റ് തുറന്നിട്ട് അതിൽ കൂടി ഇറങ്ങി വരികയാണ്. ഇറങ്ങി മുമ്പോട്ട് വരുന്ന സമയത്ത് ആൾക്കാർ പരിഭ്രാന്തിയോടുകൂടി ഓടി നടക്കുകയാണ്. കാരണം പുറകിൽ ഭയങ്കര തീയും അവിടെ ഇങ്ങനെ കറുത്ത പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പൊ അവിടെ കിടന്ന ആൾക്കാർ നിലവിളിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കൂസലും ഇല്ലാതെയാണ് അവിടെ ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നത്. വരുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങൾ എവിടുന്ന് വന്നതാണ് എന്ന് ചോദിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പറയുന്നത്, ഞാൻ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു, ഞാൻ ആ ഫ്ലൈറ്റിൽ വന്ന ഒരാളാണ്, ആ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ചാടിയതാണ്, അങ്ങനെയൊക്കെയാ പുള്ളിക്കാരൻ പറഞ്ഞു, ബാക്കി എല്ലാവരും മരിച്ചുപോയി എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ ചുറ്റുമുള്ള ആൾക്കാർ പരിഭ്രാന്തിയിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിന് ഒരു കൂസലുമില്ല. ഒരു കൂസലുമില്ലാതെ ഒരു പേടിയും ഇല്ലാതെയാണ് ഇദ്ദേഹം ഇറങ്ങി വന്നത്. ഈ ഒരു വീഡിയോ വന്ന സമയം തൊട്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഇദ്ദേഹത്തെ സംശയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ പകർത്തിയ, അതായത് ഈ ഒരു ഫ്ലൈറ്റ് BJ മെഡിക്കൽ കോളേജിന്റെ മുകളിലേക്ക് വീഴുന്ന ഒരു വീഡിയോ പകർത്തിയ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യന്റെ നേരെയായിരുന്നു കൂടുതൽ വിമർശനങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഈ പുള്ളിയുടെ നേർക്ക് കല ഒളിയമ്പുകൾ വീഴുന്നുണ്ട്. അത് ചോദ്യങ്ങൾ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന്റെ ബിഹേവിയർ വെച്ച് നോക്കുമ്പോൾ അത് ഏതാണ്ടൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷണ സംഘം അത് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം 11A എന്ന് പറയുന്ന എമർജൻസി ഡോറിന്റെ തൊട്ടടുത്തിരുന്ന ഒരാളാണ്. അവിടെ നിന്ന് ഇദ്ദേഹം പറയുന്നത്, ഞാൻ അവിടുന്ന് ലാൻഡ് ചെയ്ത സമയത്ത് ഞാൻ ജമ്പ് ചെയ്തു, എന്റെ സീറ്റ് മൊത്തത്തിൽ ഇളകിപ്പോയി, അങ്ങനെ ഞാൻ ജമ്പായി താഴെ ഇരുന്നു, അങ്ങനെ ഞാൻ വന്നതാണെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഒന്തിയാണ് വരുന്നത്. എന്നാൽ ഈ പുള്ളിക്കാരൻ പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി. കേട്ടല്ലോ, ഇതാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴതല്ല, പുള്ളിക്കാരന്റെ ഈ ഒരു രണ്ടാമത്തെ ഒരു വീഡിയോ വന്നപ്പോൾ, അതായത് പുള്ളിക്കാരൻ ആദ്യം കണ്ടത്, നമ്മളെല്ലാരും കണ്ടത് പുള്ളിക്കാരന്റെ ഈ ഒരു വീഡിയോ ആയിരുന്നു. അതായത് പുള്ളിക്കാരൻ ഈ സംസാരിക്കുന്നതും പോകുന്നതുമായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. എന്നാൽ പുള്ളിക്കാരൻ അവിടെ നിന്ന്, അതായത് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് വരുന്നതായിട്ടുള്ള വീഡിയോ ഇപ്പൊ പുറത്തു വന്നപ്പോൾ നിരവധി ആൾക്കാരാണ് ആ വീഡിയോയ്ക്ക് താഴെ കമന്റുമായിട്ട് എത്തിയത്. എന്തായാലും ആ കമന്റിൽ പറയുന്ന പ്രകാരം വെച്ച് നോക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നത്. എന്തായാലും ഞാൻ കുറച്ച് കമന്റുകൾ വായിക്കാം. രക്ഷപ്പെട്ട വ്യക്തിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഫോണും പിടിച്ച് നടന്നു പോകുന്നു, എന്താണ് ഈ നടക്കുന്നത്? ഒരു ചോദ്യമാണ്. ഇതെല്ലാവർക്കും സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. രണ്ടാമത് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ വരവ് കണ്ടാൽ തോന്നിപ്പോകും ഫ്ലൈറ്റിന് തീയിട്ട് കത്തിച്ചു വരികയാണെന്ന്. ഇയാൾ WWE അണ്ടർടേക്കറെ പോലെ ഒരു കരുത്തനാണോ എന്നൊരു ചോദ്യം ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഓരോ ചോദ്യങ്ങൾക്ക് പിന്നിലും ചില കാര്യങ്ങൾ ആൾക്കാർക്ക് സംശയമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു കാര്യമാണ്, ഇത് വലിയൊരു എന്താ പറയുക, അങ്ങ് കൂടുതലായിട്ട് അങ്ങ് മോശമായി പോയോ, അല്ലെങ്കിൽ ഇത് സത്യാവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഈ ഒരു കമന്റ് ഇട്ടത് ഇച്ചിരി അധികപ്പറ്റായി പോയോ എന്ന് എനിക്കൊരു സംശയമായിട്ടുണ്ട്. എന്തായാലും അതിൽ സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് NIA പോലുള്ള അന്വേഷണ സംഘങ്ങളൊക്കെ ഇപ്പൊ അത് അന്വേഷിക്കുന്നുണ്ട്. പല രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇനി സമയമെടുക്കും. എന്തായാലും ഈ ഒരു കമന്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇങ്ങനെയെങ്കിലും നല്ലൊരു അന്വേഷണം അത്യാവശ്യ ഘട്ടമാണ്. 100% ഷുഗർ. എന്റെ മാത്രം സംശയമാണ്, അയാൾ അതിൽ ബോംബ് ഇട്ടതിനു ശേഷം എമർജൻസി ഡോർ തുറന്ന് രക്ഷപ്പെട്ടത് ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ എങ്ങനെ അയാൾക്ക് ഇങ്ങനെ നടന്നു വരാൻ സാധിക്കും? അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു കൂസലും ഇല്ലാതെയാണ് അദ്ദേഹം മുമ്പോട്ട് ഇങ്ങനെ വരുന്നത്. അദ്ദേഹം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എടാ ഇതെന്താടാ, പുറകിൽ വലിയൊരു അപകടം നടക്കുന്നു, അതോടൊപ്പം തന്നെ തീ ഇങ്ങനെ കത്തി നിൽക്കുന്നു, കറുത്ത പുക, ആൾക്കാർ പരിഭ്രാന്തിയോട് ഓടി നടക്കുന്നു. അപ്പോഴൊരു ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരൻ വരുന്നു. അപ്പോൾ തന്നെ ആൾക്കാർക്ക് സംശയം തോന്നത്തില്ലേ? അതേ സംശയമാണ് ഇവിടെ ഈ ഉന്നയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കമന്റ് ഉണ്ട്.
ഒരു വിമാനം തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അയാളുടെ പാപത്തിൽ ഒരു തരത്തിലുള്ള ടെൻഷനും വിറയിലും ഒന്നും കണ്ടിട്ടില്ല. മറ്റുള്ളവർ അട്ടഹസിക്കുമ്പോൾ അയാൾ യാതൊരു പ്രശ്നവും ഭാവവും ഇല്ലാത്ത മട്ടിലാണ് നടന്നു വരുന്നത്. അത് കാണുമ്പോൾ എന്തോ ഒന്ന് മണക്കുന്നത് പോലെയുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. എല്ലാവരുടെയും ഒരു ചിന്ത അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് ആൾക്കാർ പോകുന്നത്. എനിക്കും ഈ ഒരു സംശയം തോന്നി. അയാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? അയാൾ മാത്രം എമർജൻസി എക്സിറ്റ് ഡോർ വിൻഡോ അടുത്ത് സീറ്റ് എല്ലാം അന്വേഷിക്കണം, എല്ലാം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞൊരു കമന്റ് ആണ് അടുത്ത് പറഞ്ഞത് രക്ഷപ്പെട്ട ആൾ വളരെ സന്തോഷത്തോടെ വീഡിയോയും കണ്ട് ഇറങ്ങി വരുന്നു. അതിനു മുമ്പ് വിമാനത്തിൽ എന്തിനാണ് ഡോർ തുറക്കാൻ ശ്രമിച്ചത്? അതുകൊണ്ട് രക്ഷപ്പെട്ട ആൾ കയ്യിൽ മൊബൈലുമായി വീഡിയോ കണ്ട് ഒരു പേടിയുമില്ലാതെ ഇയാൾ ഭയമില്ലാതെ വരുന്നത്. ഇയാളെ ശക്തമായി ചോദ്യം ചെയ്താൽ പലതും വെളിയിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ 30 സെക്കൻഡിനകം സീറ്റ് ബെൽറ്റ് മാറ്റി എമർജൻസി ഡോർ തുറന്ന് അധികം പരിക്കേക്കാതെ പുറത്തിറങ്ങി ആരെയും നോക്കാതെ കൂളായി ഫോൺ ചെയ്ത് നടക്കുന്നത് എല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നിട്ടാണോ? പൈലറ്റിന് പോലും എന്താണ് സംഭവിച്ചത് എന്ന് ഒരു വാചകം പോലും പറയാൻ സമയം കിട്ടാൻ സാധിക്കാത്തപ്പോഴാണ് എന്ന് ഓർക്കണം. ഇത് സത്യമായിട്ടൊരു കാര്യമാണ്. പൈലറ്റിന് പോലും കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. അദ്ദേഹം ആദ്യം ലാസ്റ്റ് പറഞ്ഞത് മെയ്ഡേ എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അഹമ്മദാബാദ് ആ പറഞ്ഞത് തന്നെ അദ്ദേഹം എന്ന് പറയുന്ന ഈ അപകട ഘട്ടങ്ങളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് പൈലറ്റുമാര് ഒക്കെ പറയുന്ന ഒരു വാചകമാണ് അവർ പറഞ്ഞത്. ഫ്രഞ്ച് വാക്കായിട്ടുള്ള മേഡർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മെയ്ഡേ എന്ന് പറഞ്ഞൊരു വാക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അപകട മേഖലകളിലൂടെ പോകുമ്പോഴൊക്കെ ഇവര് വിളിച്ചു പറയുന്ന, ഇവർ അനൗൺസ് ചെയ്യുന്ന, ഇവർ പറയുന്ന ഒരു വാക്കാണ് ഇത്. ഈ ഒരു സംഭവം മാത്രമേ പൈലറ്റ് പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞു തീരുകയുമല്ല, ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുകയുമായിരുന്നു. പക്ഷെ ഇങ്ങനെ മാത്രം വളരെ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി ഇദ്ദേഹം വല്ലതും ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ബോംബ് വല്ലതും വെച്ചിരുന്നോ, അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെ ഇത്ര ഈസി ആയിട്ട് രക്ഷപ്പെട്ടു വന്നു? അത് ഒരു കൂസലും ഇല്ലാതെ ഫോണും പിടിച്ച് സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ആർക്കായാലും സംശയം തോന്നും. അതുതന്നെയാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. ഇനി പുറത്തു വന്നാൽ മാത്രമേ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടും അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തുവായാലും ഈ പറയുന്ന വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ഈ ഒരു യാത്രികനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും പറ്റത്തില്ല, പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും